യുവതലമുറയുടെ തൊഴിൽ നൈപുണ്യശേഷി വികസിപ്പിക്കുന്നതിനും ഇന്ത്യക്കകത്തും വിദേശത്തും തൊഴിൽ ലഭിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നതിനുമായി ആവിഷ്കരിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് NSQF നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ഏജൻസി നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ഒന്നാണ് NSQF. ഒരു വ്യക്തിയുടെ അറിവ്, കഴിവുകൾ, അഭിരുചി എന്നിവയുടെ തലങ്ങൾക്കനുസരിച്ച് തൊഴിൽ യോഗ്യതാ ലെവൽ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണ് ഇത്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കമ്മിറ്റി വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. വിവിധ തൊഴിൽ മേഖലകളെ അഗ്രികൾച്ചർ, ഓട്ടോമോട്ടീവ്, ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ്, കൺസ്ട്രക്ഷൻ, ഇലക്ട്രോണിക്സ്, ഫുഡ് ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ, IT തുടങ്ങി 40ഓളം സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. അതത് സെക്ടർ സ്കിൽ കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള ഓരോ സെക്ടറും വിവിധ സബ് സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ സബ് സെക്ടറുകളിലും ഉള്ള സ്കില്ലുകളെ ജോബ് റോൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ജോബ് റോളും നിർവചിച്ചിരിക്കുന്നത് NOS നാഷണൽ ഒക്കുപേഷണൽ സ്റ്റാൻഡേർഡ്സ് ദേശീയ തൊഴിൽ മാനദണ്ഡങ്ങൾ പ്രകാരമാണ്. ഒരു ജോലി സ്ഥലത്ത് ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു വ്യക്തി നേടിയിരിക്കേണ്ട പ്രകടനത്തിന്റെ നിലവാരമാണ് NOS എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. NOS അടിസ്ഥാനമാക്കിയാണ് NSQF കോഴ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തരം ഒരു കൂട്ടം NOS ചേർന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ പാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിർദ്ദിഷ്ട ജോലിക്കായി ഒരു വ്യക്തിയെ സർട്ടിഫൈ ചെയ്യുന്നത്. ഇത് 1 മുതൽ 10 വരെ ലെവലുകളിലായി തിരിച്ചിട്ടുണ്ട്. 9, 10, 11 ക്ലാസ് വരെയുള്ള നൈപുണ്യ പരിശീലനം ലെവൽ 3 വരെയുള്ളതും +2 തലത്തിലുള്ള പരിശീലനം ലെവൽ 4 ആണ്. ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ, BVOC ഡിഗ്രി, PG ഡിപ്ലോമ, MVOC, റിസർച്ച് ലെവൽ എന്നിവയ്ക്കനുസരിച്ച് 10 വരെ ലെവൽ കണക്കാക്കുന്നു. ഓരോ ലെവലിന് അനുസരിച്ചുള്ള ജോബ് റോളുകൾ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. കൂടാതെ വ്യക്തിത്വ വികസനം, ഭാഷാ നൈപുണ്യം, സംരംഭകത്വം എന്നിവയ്ക്കും ഊന്നൽ നൽകുന്നതാണ് NSQF പാഠ്യപദ്ധതി.